ഹലോ ഗൈസ്, യെസ്, ഇന്ന് നമ്മൾ എവിടെയാണെന്നില്ലേ, ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ ഒരു ഫുഡ് തേടൽ യാത്രയിൽ നമ്മളുടെ ഫുഡിൻ്റെ അന്വേഷണം ഒരിക്കലും നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ജിജുവിനെ എൻ്റെ ഫ്ലാറ്റിലോട്ട് വിളിച്ച് വരുത്തി നമ്മൾ ഒരു നാടൻ തട്ടുകടയിലുള്ള ദോശ കഴിക്കണമെന്ന് നല്ല ആഗ്രഹവും കൊതിയും തോന്നി. അതാണ് സത്യം. കാര്യം നാട് വിട്ട് അന്യനാട്ടിൽ വന്ന് കിടക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാടൻ തട്ടുകടയുടെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് തോന്നും. അതൊരു വല്ലാതെ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ്. അപ്പോഴും ഞാൻ ആ ഫീലിങ്ങിലൂടെ ജിജുവിനെ വിളിച്ചു. ജിജു വന്നു. ജിജു എന്നെ പിക്കപ്പ് ചെയ്തിട്ട് നമ്മൾ നല്ല നാടൻ തട്ടുകട, അതായത് കേരളത്തിലുള്ള നല്ല നാടൻ തട്ടുകട എവിടെ കിട്ടുമെന്നുള്ള ഒരു അന്വേഷണത്തിലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ റോട്ടിൽ ഓൺ ദ വേ നമ്മൾ നോക്കി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട്, കണ്ടില്ലേ. നമ്മൾ ഒരു ട്രാക്ക് പിടിച്ച് ഇനിയൊരു ട്രാക്കിലോട്ട് കയറിയപ്പോൾ തിരക്ക് ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴും നല്ല രസമുണ്ട് റോഡുകൾ. ഏകദേശം ഇപ്പോൾ ജിജു ഓട്ടിക്കുന്നത് തന്നെ നല്ല സ്പീഡിലാണ്. അപ്പോൾ നമ്മുടെ നാട് പോലെയല്ല, ഇവിടെ ഓരോ ട്രാക്കിനും ഓരോ സ്പീഡാണ്. അപ്പോഴും നമ്മൾ ഏകദേശം നമ്മൾ കണ്ടെത്തി. അതാണ് നാടൻ തട്ടുകടയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കടലിൻ്റെ തീരത്തുള്ളൊരു ഹബ്ബാണിത്. അപ്പോൾ നമ്മൾ അവിടെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെയാണ് മെനു ഉള്ളത് ഇതാ കണ്ടില്ലേ, ഇതാണ് മെനു. എല്ലാ സംഭവവും കിട്ടും. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് നല്ല ഒരു സ്പേസും നല്ലൊരു ആംബിയനുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ നാടൻ തട്ടുകടയ്ക്ക് കയറിയാൽ നമ്മൾ എന്ത് കഴിക്കും? ദോശ കഴിക്കും. ആദ്യം ദോശയും ചമ്മന്തി അങ്ങോട്ട് ഒഴിച്ചു. എൻ്റെ മുത്തുക്കളെ, ഇത് കാണുമ്പോഴേ എൻ്റെ നാവിൽ കൂടെ വെള്ളം ഊറുകയാണ്. അപ്പോൾ നമ്മൾ ചമ്മന്തി അങ്ങോട്ട് പറന്ന് ഒഴിക്കുകയാണ്, അങ്ങോട്ട് മുങ്ങണം ദോശയിൽ. അപ്പോൾ ചമ്മന്തി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഒഴിച്ചതിന് ശേഷം ഞാൻ ഒരു ദോശ എടുത്ത് അങ്ങോട്ട് പിച്ചിട്ട് ചമ്മന്തിയായിട്ട് അങ്ങോട്ട് മുക്കിയിട്ട് അങ്ങോട്ട് ഇതാ നിങ്ങളും കഴിച്ചോളൂ, ഞാനും കഴിക്കട്ടെ. എൻ്റെ മാമ സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. അതിനുശേഷം ഞാൻ സാമ്പാർ, എനിക്ക് സാമ്പാറിൽ കൂടുതൽ കഷ്ണങ്ങൾ വേണം. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും തേടി പിടിച്ച് ഞാനിട്ട് അതും മിക്സ് ചെയ്ത് ഞാൻ ഒരു പിടി അങ്ങോട്ട് പിടിക്കാൻ പോവുകയാണ്. ഇതാ നിങ്ങളും കഴിച്ചോളൂ, എൻ്റെ മക്കളെ വേറെ ലെവലാണ്. അതിൻ്റെ കൂടെ ഞാൻ ബീഫ് വാങ്ങിച്ചു. ഇതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ വേറെ ലെവൽ, വേറെ വൈബ്, വേറെ മൂഡാണ്. അമ്മാതിരി ഒരു ബീഫാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.